മുനമ്പത്തെ ഭൂമി എങ്ങനെ സിദ്ദിഖ് സേട്ടിന് ലഭിച്ചു എന്ന് വഖഫ് ട്രിബ്യൂണൽ. ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് 1902 രേഖകൾ ഹാജരാക്കണമെന്ന് ട്രിബ്യൂണൽ നിർദ്ദേശിച്ചു. സിദ്ദിഖ് സേട്ടിന് ലീസിന് നൽകിയ ഭൂമിയാണെങ്കിൽ അത് വഖഫ് ഭൂമിയാകില്ല എന്ന് ട്രിബ്യൂണൽ വ്യക്തമാക്കി. കേസ് ജനുവരി 25-നാണ് വീണ്ടും പരിഗണിക്കുന്നത്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ട്രിബ്യൂണൽ ചോദിച്ചിരിക്കുന്നത്. സിദ്ദിഖ് സേട്ടിന് കിട്ടിയ ഭൂമിയുടെ സ്വഭാവം, അത് ഇഷ്ടദാനമാണോ ലീസാണോ തുടങ്ങിയ കാര്യങ്ങളാണ്. അത് ലീസാണെങ്കിൽ വഖഫ് ഭൂമിയായി കണക്കാക്കാൻ കഴിയില്ലെന്ന ഒരു നിരീക്ഷണവുമുണ്ട്. മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, പരാമർശങ്ങൾ ഇന്നുണ്ടായി? കുമാർ, ഇതിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശമാണ് ഈ ഭൂമി എങ്ങനെ സിദ്ദിഖ് സേട്ടിന്റെ കുടുംബത്തിന് ലഭിച്ചു എന്നുള്ളത്. അത് രാജാവ് ഇഷ്ടദാനം നൽകിയതാണെന്നുള്ളത് സിദ്ദിഖ് സേട്ടിന്റെ കുടുംബത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. എന്നാൽ അങ്ങനെ ഇഷ്ടദാനം നൽകാനുള്ള കാരണം എന്ത് എന്ന് ട്രിബ്യൂണൽ ചോദിച്ചു. അത് ലീസ് നൽകിയതായിരിക്കില്ലേ എന്നൊരു ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് ലീസ് ആണെങ്കിൽ ആ ഭൂമി വഖഫ് സ്വഭാവത്തിൽ നിലനിൽക്കില്ല, ലീസിന്റെ കാലാവധി കഴിയുമ്പോൾ അത് യഥാർത്ഥ ഉടമസ്ഥനിലേക്ക് ചെല്ലും, അങ്ങനെയെങ്കിൽ ആ ഭൂമി വഖഫ് ഭൂമി ആകില്ല എന്നൊരു നിരീക്ഷണം കോടതി നടത്തിയത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് രേഖകൾ ഹാജരാക്കി കഴിഞ്ഞാൽ ഈ കേസ് അവസാനിക്കുമെന്ന് ട്രിബ്യൂണൽ ഇന്ന് പരാമർശിക്കുകയും ചെയ്തു. 1902 ഇതുമായി ബന്ധപ്പെട്ട രേഖ ഹാജരാക്കണമെന്നുള്ളതാണ് ട്രിബ്യൂണൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് സാധിച്ചില്ല എങ്കിൽ ഇടപ്പള്ളി സബ് രജിസ്ട്രാറിൽ 1952 രേഖ ഹാജരാക്കണം എന്നുള്ളതും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആദ്യ പരിഗണന 1902 രേഖയ്ക്ക് തന്നെയാണ്. അത് ഹാജരാക്കി കഴിഞ്ഞാൽ ഈ ഭൂമി ലീസ് ആണെന്ന് തെളിയുകയും ചെയ്താൽ വഖഫ് ഭൂമി എന്നുള്ള വാദം പിന്നീട് നിലനിൽക്കില്ല എന്നുള്ള ഒരു പരാമർശമാണ് കോടതി നടത്തിയിരിക്കുന്നത്. ഏതായാലും കേസ് അടുത്ത മാസം 25-ന് പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ വഖഫ് ബോർഡിനോട് ആവശ്യപ്പെടുകയും എതിർകക്ഷികൾ സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. യെസ്, 1902 രേഖകൾ, ഇതിൻ്റെ ഒറിജിനൽ രേഖകൾ ഹാജരാക്കാനാണ് ഇപ്പോൾ വഖഫ് ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിദ്ദിഖ് സേട്ടിന് നൽകിയ ഭൂമി, അതിൻ്റെ സ്വഭാവം പരിശോധിക്കും. അത് ലീസ് ആയി കണക്കാക്കാം എങ്കിൽ അത് വഖഫ് ഭൂമി അല്ല എന്ന് ട്രിബ്യൂണൽ ഒരു നിരീക്ഷണം പ്രാഥമികമായി നടത്തുന്നുണ്ട്. ജനുവരി 25-ന് വീണ്ടും വാദം നടക്കും. ശ്യാംകുമാറാണ് വിവരങ്ങൾ.